ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സസ്റ്റൈനബിൾ ഷോപ്പിംഗ് എന്ന് പറയുന്നത് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പലപ്പോഴും ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ 2 വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് സസ്റ്റൈനബിൾ ബ്രാൻഡ്സിൽ നിന്ന് സെപ്റ്റംബറിൽ വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ളതും അതുപോലെ പലപ്പോഴായി ഞാൻ പല സസ്റ്റൈനബിൾ ബ്രാൻഡ്സിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഔട്ട്ഫിറ്റ്സും. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ബെയർ നെസസിറ്റീസ് എന്ന് പറയുന്ന സീറോ വേസ്റ്റ് ബ്രാൻഡിൽ നിന്ന് പെർട്ടിക്കുലറായിട്ട് ഞാൻ പലപ്പോഴായി വാങ്ങിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ്. അപ്പോൾ പ്രോഡക്ട്സ് കാണിക്കുന്നതിന് മുന്നേ ഞാൻ ബെയർ നെസസിറ്റീസ് എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം. ബെയർ നെസസിറ്റീസ് ഒരു സീറോ വേസ്റ്റ് ബ്രാൻഡാണ്, എത്തിക്കൽ ബ്രാൻഡാണ്, കോൺഷ്യസ് ബ്രാൻഡാണ്. സീറോ വേസ്റ്റ് ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ അവരുടെ പ്രോഡക്റ്റ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, പാക്കേജിങ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എല്ലാം തന്നെ വേസ്റ്റ് സീറോ ആയിട്ടോ മിനിമലായിട്ടോ വരുന്ന രീതിയിലായിരിക്കും. ലാൻഡ് ഫിൽസിലേക്കോ ഓഷ്യൻസിലേക്കോ ഒന്നും ചെന്നെത്തുന്ന രീതിയിലല്ല ഇവരുടെ പ്രോഡക്റ്റും പാക്കേജിങ്ങും കാര്യങ്ങളും ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇക്കോ ഫ്രണ്ട്ലി പാക്കേജിങ് ആയിരിക്കും, ഇക്കോ ഫ്രണ്ട്ലി പ്രോഡക്ട്സ് ആയിരിക്കും, ബയോഡിഗ്രേഡബിൾ ആയിരിക്കും, പ്ലാസ്റ്റിക് ഫ്രീ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു സീറോ വേസ്റ്റ് ബ്രാൻഡാണ് ബെയർ നെസസിറ്റീസ്. ഇത് ബെയർ നെസസിറ്റീസിൻ്റെ പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിക്കുന്നുണ്ടെന്ന് വെച്ചാൽ അങ്ങനെ വിചാരിക്കരുത്. ഞാൻ ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ആയതുകൊണ്ടും എനിക്കറിയാവുന്ന ഒരു ബ്രാൻഡ് ആയതുകൊണ്ടും മാത്രമാണ് ഞാനിത് ഇവിടെ നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് പ്രോഡക്റ്റ്സ് കാണാം. അപ്പോൾ ഞാൻ വളരെ റീസെൻ്റ് ആയിട്ട് വാങ്ങിച്ച പ്രോഡക്റ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ആക്ച്വലി ഞാനിത് പൊട്ടിച്ചിട്ടില്ല, പൊട്ടിയാണ് ഇരിക്കുന്നത്, പക്ഷെ ഞാനിത് പൊട്ടിച്ചിട്ടില്ല. ഇതിൻ്റെ ഒരു അൺബോക്സിങ് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഓർത്തു. ഞാൻ നിങ്ങളെ ഈ ഒരു പാക്കേജിങ് കാണിക്കാൻ വേണ്ടിയാട്ടോ ഇത് പൊട്ടിക്കാതിരുന്നത്. അപ്പം ഇതിനകത്ത് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇവർ സെല്ലോ ടേപ്പ് യൂസ് ചെയ്യുന്നില്ല, പേപ്പർ ടേപ്പ് അവർ യൂസ് ചെയ്തേക്കുന്നത്. ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള പാക്കേജിങ് ആണ്. ഈ കാർഡ്ബോർഡ് ബോക്സ് റീസൈക്ലബിൾ ആണ്. ഇതിൽ കുറേ എഴുതിയിട്ടുണ്ട്, ഹാൻഡ് ക്രാഫ്റ്റഡ്, സീറോ വേസ്റ്റ്, ബെയർ പാക്കേജിങ്, അങ്ങനെ നോൺ പൊല്യൂട്ടിങ്, ക്രൂവൽറ്റി ഫ്രീ. ഇത് ഭയങ്കര ഈസി ആയിട്ട് തുറക്കാൻ. ഞാൻ ഈ ഒരു സെല്ലോ ടേപ്പ് മാറ്റുമ്പം, സെല്ലോ ടേപ്പ് അല്ല പേപ്പർ ടേപ്പ് മാറ്റുമ്പം ഇവിടെ ഇങ്ങനൊരു കട്ടിങ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യാവുന്നതേ ഉള്ളൂ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് ഇവരുടെ പാക്കേജിങ് ഒക്കെ. ഞാൻ ആദ്യമായിട്ടല്ല കാണുന്നത്, എന്നാലും ഓക്കെ. ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇരിക്കുന്നത്. എൻ്റെ വീഡിയോസ്, എൻ്റെ ഷോർട്സ് കണ്ടിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ഈ പേപ്പർ പരിചയം ഉണ്ടായിരിക്കും. ഇങ്ങനെ കിട്ടുന്ന പേപ്പേഴ്സൊക്കെ ഞാൻ സൂക്ഷിച്ച് വെക്കാറുണ്ട്. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കോ ഒക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഓക്കെ, അപ്പോൾ പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ചേക്കുന്നൊരു മോയ്സ്ചറൈസറാണ്. ഇതാണ് പ്രോഡക്റ്റ്. ഇതും ഇതുപോലെ എക്കോ ഫ്രണ്ട്ലി പാക്കേജിങ്ങിലാണ് വരുന്നത്. ജൂട്ടിൻ്റെ ത്രെഡാണ് ഇവർ യൂസ് ചെയ്തേക്കുന്നത് കെട്ടി വെക്കാനായിട്ട്. ഇതൊരു ഫ്രജൈലായിട്ടുള്ള ഐറ്റമാണ്. എന്നിട്ട് പോലും 100 ബബിൾ ട്രാപ്പും കാര്യങ്ങളും ഒന്നും ഇവർ യൂസ് ചെയ്തിട്ടില്ല. എന്നിട്ടും പൊട്ടിയിട്ടും ഒന്നുമില്ല. ഓക്കെ, ബബിൾ റാപ്പിന് പകരം ഇവർ ഇതുപോലത്തെ കാർഡ്ബോർഡ് പേപ്പർ തന്നെ യൂസ് ചെയ്തേക്കുന്നത്. കണ്ടോ, പൊട്ടിയിട്ടോ ഒരു വിധത്തിലുള്ള ഹാമും ഇതിനുണ്ടായിട്ടില്ല. ഞാനിതിൻ്റെ റിവ്യൂ അല്ല കേട്ടോ പറയുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് പേഴ്സണലി എൻ്റെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്യുന്നത്. അങ്ങനൊരു നമ്മുടെ ചാനൽ ഇതുപോലത്തെ പ്രോഡക്ട്സ് പ്രൊമോട്ട് ചെയ്യുന്നൊരു ചാനലല്ല കറൻ്റ്ലി. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. എനിക്ക് കംഫർട്ടബിളായ, എനിക്ക് തോന്നുന്നു ഓരോരുത്തരുടെയും സ്കിൻ ടൈപ്പ് ഡിഫറെൻ്റ് ആണ്. അവരവരുടെ ഒരു സ്കിൻ ടൈപ്പ് അനുസരിച്ച് നമ്മൾ തന്നെ ഒരു റിസർച്ച് കൊടുത്ത് പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലതെന്നാട്ടോ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിച്ച് റീഫിൽ ചെയ്യാറുള്ളൊരു സാധനമാണ്. ഗ്ലാസ് പാക്കേജിങ്ങിലാണ് ഇത് വന്നേക്കുന്നത്. ഈ ഒരു പാക്കേജിങ്ങിൽ എങ്ങും പ്ലാസ്റ്റിക് വന്നിട്ടില്ല. 100% പ്ലാസ്റ്റിക് ഫ്രീ പാക്കേജിംഗ് ആണ് ഇവരുടെ എല്ലാ പ്രോഡക്ട്സും. ഓക്കെ, അപ്പം അടുത്ത പ്രോഡക്റ്റ് ഈ ഒരു ഹാൻഡ് വാഷ് ഡിസ്പെൻസറാണ്. ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഒരുപാട് നാളായി. ഇപ്പോൾ ഈ പെർട്ടിക്കുലർ പ്രോഡക്റ്റ് അവരുടെ വെബ്സൈറ്റിൽ അവൈലബിൾ അല്ല. പകരം ഈ കോർക്ക് വെച്ചിട്ടുള്ള ലിഡിന് പകരം പ്ലാസ്റ്റിക് ലിഡാണ്. കാരണം ഇത് എന്തൊക്കെയോ കംപ്ലയിൻസ് ഒക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. എനിക്കും കംപ്ലയിൻസ് വന്നിട്ടുണ്ടായിരുന്നു. കോക്ക് ലിഡ് പമ്പ് ചെയ്യുമ്പം വരുന്നത്, അങ്ങനെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയില്ല കൃത്യമായിട്ട്, ഒരു വർഷമായി വാങ്ങിച്ചിട്ട്. ഇപ്പോൾ അവരുടെ വെബ്സൈറ്റിൽ ഈ ഗ്ലാസ് കണ്ടെയ്നർ, അതിന് ടോപ്പിൽ പ്ലാസ്റ്റിക് വെച്ചിട്ടുള്ള, റീസൈക്ലബിൾ പ്ലാസ്റ്റിക് വെച്ചിട്ടുള്ള ഡിസ്പെൻസർ അവൈലബിൾ ആണ്. ലിങ്ക് എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഹാൻഡ് വാഷ്, ഡിഷ് വാഷ് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ സാധാരണ പ്ലാസ്റ്റിക് ആയിട്ടുള്ള കണ്ടെയ്നറിലല്ലേ വരാറ്. വളരെ കുറച്ച് പേര് ഇത് റീയൂസ് ചെയ്യാറുണ്ട്. അല്ലാത്തവർ
പുതിയ സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട് അല്ലേ, ഇതുപോലത്തെ പാക്കേജോട് കൂടെ തന്നെ വാങ്ങിക്കാറുണ്ട്. എന്തോരം പ്ലാസ്റ്റിക് വേസ്റ്റാണ് ജനറേറ്റ് ആവുന്നത്. നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളിലെല്ലാം പ്ലാസ്റ്റിക് ഒഴിവാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പ്ലാനറ്റിൽ അത്രയും ലോ ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ പ്ലാസ്റ്റിക് പൊല്യൂഷനിൽ നമ്മുടെ ഭാഗം നമുക്ക് നിയന്ത്രിക്കാനും പറ്റും. അപ്പം ഈ ഒരു കുറച്ച് എക്സ്പെൻസീവാണ്, എനിക്ക് തോന്നുന്നു 600+ എന്തോ ആയിരുന്നു അന്ന് റേറ്റ്. പക്ഷെ അത് വർത്താണ്, കാരണം ഇത് എത്ര വർഷം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മളൊരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സിനെ കാണുവാണെങ്കിൽ, അങ്ങനെ നമുക്ക് കാണാൻ പറ്റിയാൽ ഇതൊരു അഫോർഡബിൾ ഓപ്ഷനാണെന്നേ ഞാൻ പറയത്തുള്ളൂ. ഞാൻ റീസ്റ്റോക്ക് ചെയ്യാത്തൊരു സാധനമാണ് ഹാൻഡ് വാഷ് പൗഡർ എന്ന് പറയുന്നത്. ബെയർ നെസസിറ്റീസിൽ നിങ്ങൾ വെബ്സൈറ്റിൽ നോക്കിയാൽ അറിയാം, അവർക്ക് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പാക്കേജിങ്ങിൽ വരുന്ന ഹാൻഡ് വാഷ് പൗഡേഴ്സ് ഉണ്ട്. അത് നമുക്ക് ഡൈല്യൂട്ട് ചെയ്ത് ഇതിനകത്ത് റീഫിൽ ചെയ്യാൻ പറ്റും. കെമിക്കൽ ഫ്രീ ആണ്, നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് ഇവർ യൂസ് ചെയ്യാറ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ അവരുടെ വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം അടുത്ത പ്രോഡക്റ്റ് ഈ ഒരു പൗച്ചാണ്. ഇതിനകത്ത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി ഒരു റീലിൽ ഷോർട്സിൽ ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു കട്ട്ലറി സെറ്റാണ്. ഒരു വുഡൻ സ്പൂണുണ്ട്, ഒരു വുഡൻ ഫോർക്കുണ്ട്, ഒരു സ്റ്റീൽ സ്ട്രോ ഉണ്ട്, സ്ട്രോ ക്ലീൻ ചെയ്യുന്ന ഒരു ബ്രഷ് ഉണ്ട്. ഇതൊരു അപ്സൈക്കിൾഡ് പൗച്ചിലാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ഐറ്റം ഞാൻ എപ്പോഴും എൻ്റെ ബാഗിൽ ക്യാരി ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് ഈ കരിക്കൊക്കെ കുടിക്കുന്ന കരിമ്പ് ജ്യൂസ് ഇങ്ങനെയൊക്കെ വഴി സൈഡിലൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് ഞാൻ ഈ ഒരു സ്ട്രോ ഒക്കെ വെച്ചിട്ടാണ് കുടിക്കാറ്. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്സ് വരുന്നത് സ്ട്രോയിലും കട്ട്ലറീസിലുമാണ് അല്ലേ. അതുപോലെ നമ്മൾ എവിടെയെങ്കിലും പുറത്ത് ട്രാവൽ ചെയ്യുമ്പോഴും ട്രിപ്സിനൊക്കെ പോകുമ്പോഴും ഇങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മുടെ കയ്യിൽ ഇതുപോലൊരു കട്ട്ലറി സെറ്റ് ഉണ്ടെങ്കിൽ നമുക്കിത് വാഷ് ചെയ്ത് തിരിച്ച് ബാഗിൽ വെച്ച് നമുക്ക് കുറേ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം നമുക്ക് കുറയ്ക്കാവുന്നതാണ്. അപ്പോൾ ഈ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് വലിയൊരു വില്ലനാണ് അല്ലേ. നമ്മുടെ നാട്ടിലാണെങ്കിലും അത് ബാൻഡാണ്. എന്നാലും ഇപ്പോഴും ഞാൻ പലരും അത് സെല്ല് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സെല്ല് ചെയ്യുന്നതല്ല, സിംഗിൾ യൂസ് സാധനങ്ങളിൽ കൂടെ ഇതുപോലെ ഫുഡ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ഇതുപോലൊരു ഇനീഷ്യേറ്റീവ് എടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കിൻ്റെ ഡിമാൻഡ് കുറയും. അങ്ങനെ മറ്റുള്ള ഓപ്ഷൻസ് നമ്മളുടെ ഷോപ്പ് കീപ്പേഴ്സ് അങ്ങനെയുള്ള ആളുകളൊക്കെ ഓപ്റ്റ് ചെയ്യുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ടല്ലേ. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഓഷ്യൻസിലെ വലിയൊരു പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നൊരു ഫാക്ടറാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് മെറൈൻ ക്രീച്ചേഴ്സിൻ്റെ വയറ്റിലൊക്കെ ഇത് പോയിട്ട് അവരൊരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മൾ ഇതൊന്നും നമ്മുടെ വിഷയമല്ല എന്നുള്ള രീതിയിലല്ലേ ബിഹേവ് ചെയ്യുന്നത്. എല്ലാവരും അല്ല, അറിവില്ലായ്മ കൊണ്ടും അതുപോലെ ഈ വിഷയങ്ങളിലൊക്കെ ഒരു മാറ്റം കൊണ്ടുവരാമെന്ന് പറയുന്നത് എന്തോ വലിയ കഷ്ടപ്പെട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണെന്നൊരു തോന്നലുള്ളത് ചിലർക്കെങ്കിലും അങ്ങനെ ഒരു തോന്നലുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ പല ഫാക്ടേഴ്സ് കാരണം നമ്മളുടെ റോൾ ചെയ്യാതിരിക്കാറുണ്ട്. പക്ഷേ ഇതുപോലുള്ള ചെറിയ ചെറിയ റീപ്ലേസ്മെൻറ്റ്സ് നമ്മുടെ ലൈഫിൽ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഇമ്പാക്റ്റ് പ്ലാനറ്റിലും ഇൻ ടേൺ അത് നമുക്കും നല്ലൊരു ഹെൽത്തി പ്ലാനറ്റ് നമ്മൾ ഹെൽത്തി ആയിരിക്കണമെങ്കിൽ നമ്മുടെ പ്ലാനറ്റ് ഹെൽത്തി ആയിരിക്കണം. നമുക്ക് ചുറ്റിനുള്ള ക്രീച്ചേഴ്സും കൂടെ ചേരുന്നതാണ് നമ്മുടെ ലോകം അല്ലേ. അപ്പം എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കണം. അതേപോലെ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാനും പറ്റണം. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു റീപ്ലേസ്മെൻറ്റ്സ് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടൺ കണക്കിന് പ്ലാസ്റ്റിക് വേസ്റ്റ് ആയിരിക്കും ഓഷ്യനിൽ നിന്നും ലാൻഡ് ഫില്ലിൽ നിന്നും ഒക്കെ രക്ഷപ്പെടാൻ അവിടെ ചെന്നെത്താതിരിക്കുന്നത്. അതുവഴി നമുക്ക് ഒരു ആനിമലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ആക്ച്വലി പ്രൊട്ടക്റ്റ് ചെയ്യാന്ന് പറയുന്ന ആ വാക്ക് വരുന്നത് പോലും നമ്മൾ ഒത്തിരി ഹാം അവർക്ക് വരുത്തുന്നത് കൊണ്ടല്ലേ. ശരിക്കും അവരുടെ ഇക്കോസിസ്റ്റത്തിനകത്ത് ഇല്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ അങ്ങോട്ടേക്ക് വിടുന്നത്. അതുകൊണ്ട് അവരെ സേവ് ചെയ്യുക എന്നുള്ളതിലുപരി അവരെ ഹാം ചെയ്യാതിരിക്കാൻ നമുക്ക് പറ്റും എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ കറക്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അടുത്ത പ്രോഡക്റ്റ് ഈ ഒരു സോളിഡ് പെർഫ്യൂമാണ്. ഞാനിതും ഒരു ഷോർട്സിൽ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഇതൊരു പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സോളിഡ് പെർഫ്യൂമാണ്. ഇതിങ്ങനെ സ്ലൈഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുന്ന ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പാക്കേജിങ് ആട്ടോ. എനിക്കിത് പേഴ്സിൽ വരെ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റാറുണ്ട്. അത്രയ്ക്കും ചെറുതാണ്. നിങ്ങൾക്ക് മനസ്സിലാവുമോ എൻ്റെ സൈസ്? ഓക്കെ, ഇങ്ങനെ. അപ്പോൾ ഇതും 100% പ്ലാസ്റ്റിക് ഫ്രീ പാക്കേജിങ്ങിലാണ് വരുന്നത്. ശരിക്കും പ്ലാസ്റ്റിക് ഫ്രീ പാക്കേജിങ്ങിൽ വരുന്നു എന്ന് മാത്രമല്ല, ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് ഇവർ പാക്കേജിങ് ചെയ്യുന്നത്. അപ്പം നമുക്കിത് റീയൂസ് ചെയ്യാൻ പറ്റും. ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, ഇതിനകത്ത് ചെറിയ ചെറിയ പിൻസ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇത് കാലിയാകുമ്പോഴത്തേക്കും ഉപയോഗിക്കാമല്ലേടാ. അപ്പം അങ്ങനെ ഞാൻ ഈ കാണിച്ച ഈ ഒരു
മോയ്സ്ചറൈസർ ആണെങ്കിൽ പോലും ഈ ടിന്നും ഗ്ലാസ് കണ്ടെയ്നറാണ്. ഇതും നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. ഞാനിത് ഇത് തീർന്നു കഴിഞ്ഞാലും ഇത് ക്ലീൻ ചെയ്തിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഈ ഒരു ലിപ് ബാം ആണ്. ഇതും ഞാൻ നേരത്തെ ഷോർട്സിൽ കാണിച്ചിട്ടുണ്ട്. 100% പ്ലാസ്റ്റിക് ഫ്രീ പാക്കേജിങ്ങിലാണ്, ഗ്ലാസ് ആണ്, സൂക്ഷിക്കണം. എനിക്ക് ആക്ച്വലി ഈ പ്രോഡക്റ്റിനെ പറ്റി സംസാരിക്കാൻ അറിയില്ല. എന്ത് ഫീച്ചേഴ്സാണ് ഇതിനെപ്പറ്റി പറയേണ്ടത്? എനിക്ക് ആകെ അറിയാവുന്നത് ഇത് നാച്ചുറലാണ്, ഇക്കോ ഫ്രണ്ട്ലി ആണ്, നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത് ഇത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. എനിക്ക് പേഴ്സണലി നല്ലൊരു ലിപ് ബാമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ലിപ്സ് നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ടുണ്ട്. അങ്ങനെ ക്ഷമിക്കണം, എനിക്ക് ഇങ്ങനത്തെ ബ്യൂട്ടി പ്രോഡക്ട്സ് അല്ലെങ്കിൽ ബ്യൂട്ടി പ്രോഡക്ട്സ് അല്ല, ഇതൊരു പേഴ്സണൽ കെയർ പ്രോഡക്റ്റ് ആണല്ലേ, ഇങ്ങനത്തെ പ്രോഡക്ട്സിനെ പറ്റി സംസാരിക്കാൻ അത്ര ഇൻഫർമേഷൻ ഇല്ല കറൻ്റ്ലി. അപ്പോൾ ഞാൻ അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, ഇവരുടെ എല്ലാ പ്രോഡക്ട്സും എത്തിക്കലി സോഴ്സ്ഡ് ആണ്, ക്രൂവൽറ്റി ഫ്രീ ആണ്. ഓരോരുത്തരും ഓരോ ബ്രാൻഡിനെയോ പ്രൊഡക്റ്റിനെയോ കാണുന്നത് വേറെ ഓരോരോ രീതിയിലല്ലേ. ഞാൻ ഇതിൻ്റെയൊക്കെ ഒരു എത്തിക്കൽ സൈഡ് അല്ലെങ്കിൽ ഒരു സസ്റ്റൈനബിലിറ്റി ആ ഒരു സൈഡ് ഒക്കെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഒരു ബ്യൂട്ടി വ്ളോഗിങ് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ആ ഒരു സൈഡായിരിക്കും, അല്ലെങ്കിൽ അത് നമ്മൾക്ക് എങ്ങനെയാണ്, നമ്മളെ എത്രത്തോളം ഭംഗിയാക്കി വെക്കാനായിട്ട് അത് സഹായിക്കുന്നു എന്നുള്ളൊരു ആസ്പെക്റ്റ് ആയിരിക്കും ചിലപ്പോൾ അവർ പറയുന്നുണ്ടാവുക. ഞാൻ ഈ ചാനലിൽ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ നമ്മളെയോ ഞാൻ ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിക്കുന്നത് വഴി നമുക്കോ വേറൊരു ജീവജാലത്തിനോ അല്ലെങ്കിൽ പ്ലാനറ്റിനോ യാതൊരുവിധ ഹാമോ അല്ലെങ്കിൽ മിനിമൽ ഹാം, അങ്ങനെ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഷോപ്പിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രോഡക്ട്സിൻ്റെ ആ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ പറയുന്നില്ല. ഇതിൻ്റെ ഒരു ഇക്കോ ഫ്രണ്ട്ലി സൈഡാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ ഒരുപാട് എത്തിക്കൽ ബ്രാൻഡ്സ് നമ്മുടെ നാട്ടിലുണ്ട്. എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ എനിക്കറിയാവുന്ന ബ്രാൻഡ്സൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന വീഡിയോസിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ.